Hey guys, it's me Anna, final year MBBS student at Calicut Medical College. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക്ക് കുറച്ചെങ്കിലും നീറ്റ് ആസ്പിറൻസിന് യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവം കുറച്ച്. അപ്പോൾ നീറ്റിന് ഇനി 75 ഡേയ്സ് അല്ലേ? കുറേ പേര് എങ്ങനെ ആലോചിക്കുന്നുണ്ടാവും, ഇനിയിപ്പോൾ എത്ര ദിവസമേ ഉള്ളൂ, ടെൻഷനാണ്, അയ്യോ എനിക്ക് പേടിയാവുന്ന എക്സാമിനെ പറ്റി ആലോചിച്ചിട്ട്. ഇങ്ങനെയല്ലേ എല്ലാവരും ആലോചിക്കുന്നത്? ഈ പേടിയൊക്കെ എക്സാമിന് ടെൻഷൻ ഉണ്ടാവരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര കോമഡി ആയിപ്പോൾ ഞാനങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ കുറച്ചെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ സബ്ജക്റ്റ് വൈസ് നമ്മൾ ഈ എക്സാമിന് വേണ്ടി ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ അത്ര ബെസ്റ്റൊന്നും അല്ലെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ എത്ര ബെസ്റ്റായിട്ട് പ്രിപ്പയർ ചെയ്ത് പോയ ആൾക്കാർക്ക് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചിലപ്പോൾ എക്സാമിൻ്റെ സമയത്ത് അവർക്ക് പ്രോപ്പറായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാഞ്ഞിട്ട് റാങ്കൊക്കെ ഭയങ്കര താഴെ വരുന്നത്. അതായത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ നടക്കുന്ന എക്സാമിലൊക്കെ നല്ല സ്കോർ എന്ന് പറഞ്ഞാൽ ഒരു 600 എബോവ് എന്നും സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എക്സാമിൻ്റെ അന്ന് മാത്രം എന്തുകൊണ്ട് അത്ര സ്കോർ ചെയ്യാൻ പറ്റിയില്ല ആ സംഭവമല്ലേ. നമ്മൾ സബ്ജക്റ്റ് വൈസ് നമ്മളെല്ലാം നമ്മുടെ ഡെയിലി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നമ്മൾ ഡെയിലി പഠിക്കുന്നു, ഡെയിലി റിവൈസ് ചെയ്യുന്നു ഒക്കെ ഉണ്ടാവും, ഡെയിലി പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുന്നു ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ആ ദിവസത്തിന് വേണ്ടി മെൻ്റലി പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ മെൻ്റലി പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ ഒരു സംഭവമില്ല. നമ്മളിപ്പോൾ എക്സാമിനിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഡെയിലി ഓരോ എക്സാംസ് നടക്കുന്നുണ്ടാവും. ആ ക്വസ്റ്റ്യൻസ് നമ്മളിങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ നോക്കാം, ഈ ക്വസ്റ്റ്യൻ എൻ്റെ തെറ്റി ഒരു 2-3 ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അന്ന് ഡൗൺ ആയി, അയ്യോ എന്താ പറ്റി, എക്സാമിനോട് അടുപ്പിച്ച് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ തെറ്റിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക, ഇങ്ങനെ എനിക്ക് നീറ്റ് കിട്ടുക, ഇതേ കിടക്കുന്നു ആ പറയുന്ന സാധനങ്ങളൊക്കെ, ഞാൻ തോറ്റു പോവുമോ, അപ്പം എങ്ങനെ എനിക്ക് കിട്ടുക, എനിക്ക് എക്സാമിന് ഇതൊക്കെ ഓർമ്മ വരും, ഞാൻ എക്സാമിന് ഇതൊക്കെ തെറ്റിക്കില്ലേ, ഈ ഇൻപുട്ടല്ലേ ബ്രെയിന് കൊടുക്കുന്നത്. അപ്പം ബ്രെയിൻ ഇത് എന്താ നോക്കുന്നത്, ബ്രെയിനിൻ്റെ ത്രെഡ് സിസ്റ്റം ആക്ടിവേറ്റ് ആവുകയാണ്. ലൈക്ക് ഓക്കെ, നീറ്റ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഡേഞ്ചർ വരാൻ പോകുന്നുണ്ട്, ഇന്ന ദിവസം May 6th ഒരു ഡേഞ്ചർ വരാൻ പോകുന്നുണ്ട്. അതാണ് നമ്മുടെ മൈൻഡിനെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. അതിനു പകരം ഓരോ ക്വസ്റ്റ്യൻ തെറ്റുമ്പോഴും പ്ലീസ് ഡോണ്ട് ഗോ, ലൈക്ക് എനിക്ക് തെറ്റി പറയാതെ നിങ്ങളൊന്ന് തിരിച്ചു പറഞ്ഞു, ഇന്നിപ്പോൾ ഞാൻ തെറ്റിച്ചു, കുഴപ്പമില്ല, ഇപ്പോൾ എവിടെയല്ലേ തെറ്റിച്ചേ, എക്സാമിന് അത് ശരിയാകും, അത്രേ ഉള്ളൂ. ആ ഒരു രീതിയിലേക്ക് അതിന് തെറ്റിയെന്നുള്ളത് മനസ്സിലാക്കാനും ആ തെറ്റിയതിനെ വീണ്ടും ഇരുന്ന് പഠിക്കുകയൊക്കെ വേണം. പക്ഷേ പ്ലീസ് ബ്രെയിനിലേക്ക് ഒരിക്കലും നെഗറ്റീവ് ഇൻപുട്ട് കൊടുക്കരുത്. അതിന് പകരം എങ്ങനെ പറയാം, ഇതിപ്പോൾ ഇന്ന് ഞാൻ തെറ്റിച്ചു, ഓക്കെ അടുത്ത നീറ്റിനെ അത് ശരിയാക്കാൻ പറ്റില്ല, അന്ന് ശരിയാക്കാൻ വേണ്ട, ഞാൻ അന്നെങ്ങാനും ഈ ക്വസ്റ്റ്യൻ വന്ന് ഞാൻ തെറ്റിച്ചിരുന്നുണ്ടെങ്കിലോ, അപ്പം അതിനേക്കാൾ എനിക്കിപ്പോൾ ഇതൊരു ഗുണമല്ലേ, അതൊരു ബെനിഫിറ്റല്ലേ ഇപ്പം തെറ്റിച്ചത്, മറക്കൂലല്ലോ ഞാൻ. ആ ഒരു രീതിയിൽ കാണാം. ഒരു ചെറിയ കഥ പറയാം. ഇപ്പം ഒരു ഫാമർ ഒരു വിത്ത് നട്ടിട്ട് അയാൾ എന്നും പോയി ആ വിത്ത് ഇങ്ങനെ കുഴിച്ചു നോക്കുക, ഇത് മുളയ്ക്കുന്നുണ്ടോ. ഓട്ടോമാറ്റിക്കലി എന്താവും, കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ വിത്ത് ചീത്തയായി പോകും ഇല്ലേ. അതിന് പകരം അയാൾ അതിന് നല്ല വെള്ളവും വളമൊക്കെ കൊടുക്കുകയാണെന്ന് വിചാരിക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് മുള വരും, അത് വലുതാവും, ശരിയാവും, അതിൽ നിന്നുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളും നമുക്ക് കിട്ടും ഇല്ലേ. ഇതല്ലേ സംഭവിക്കുന്നത്. ഇതേപോലെയാണ് നമ്മുടെ നീറ്റ് പ്രിപ്പറേഷൻ. നമ്മളൊരു സീഡിനെ പ്ലാന്റ് ചെയ്യുന്ന പോലെയാണ് നമ്മുടെ നീറ്റ് പ്രിപ്പറേഷൻ. നമ്മുടെ കോൺഫിഡൻസും നമ്മുടെ കൺസിസ്റ്റൻസി ഓഫ് സ്റ്റഡിയുമാണ് അതിനുള്ള നറിഷ്മെൻറ്റ്. അതിന് പകരം എന്നും സെൽഫ് ഡൗട്ട് ചെയ്ത് നമ്മളിങ്ങനെ ഡിഗ് ചെയ്തുകൊണ്ടിരുന്നാൽ ചീത്തയാവത്തേ ഉള്ളൂ, നമ്മുടെ പ്രിപ്പറേഷൻ വെറും വേസ്റ്റ് ആവത്തേ ഉള്ളൂ. അപ്പം അങ്ങനെ അതിന് ആ ഒരു കഥയുടെ മോറൽ അതാണ്. ഡെയിലി പോയിട്ട് നമ്മൾ ഡിഗ് ചെയ്യാൻ നിൽക്കുന്നത്. നമ്മൾ തന്നെ സെൽഫ് ഡൗട്ട് ചെയ്ത് അയ്യോ ഇതെനിക്ക് കിട്ടുമോ, ഇത് ശരിയാകുമോ, ഞാൻ ഇത് തെറ്റിക്കുമോ, അങ്ങനെ പറയുന്നതിന് പകരം ഓക്കെ ഇതെനിക്ക് കിട്ടും, അവിടെ നിന്ന് ഇത് ഞാൻ ശരിയാക്കും, ആ രീതിയിലേക്ക് നിങ്ങൾ മൈൻഡിനെ ആക്കുക. ഈ മൈൻഡിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് അനുസരിച്ചാണ് നമ്മുടെ ന്യൂറോണൽ കണ്ടക്ഷനും കാര്യങ്ങളൊക്കെ. ഭയങ്കര സയൻസ് ഒക്കെ ഉണ്ട് അതിൽ, ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്നൊക്കെ പറയും. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ന്യൂറോ പ്ലാസ്റ്റിസിറ്റീൻ്റെ ഒരു ബേസിക്കാണ്. നമ്മൾ കൊടുക്കുന്ന തോട്ട്സിനനുസരിച്ചായിരിക്കും അതിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടുക. നമ്മൾ നീറ്റ് ഒരു ഡേഞ്ചറായിട്ടാണ് കണ്ടുവെക്കുന്നതെന്ന് വിചാരിക്കും, ആ ദിവസം നമുക്ക് നല്ല സ്ട്രെസ് ഹോർമോണും കാര്യങ്ങളായിരിക്കും നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുക. നീറ്റ് എന്ന് പറഞ്ഞാൽ എന്തൊരു ഡേഞ്ചർ, ആ ഒരു മോഡാണ് നമ്മുടെ ഡേഞ്ചർ. നമ്മളതിനെ പ്രതിരോധിക്കാനുള്ളൊരു മോഡാണ് നമ്മുടെ ബോഡി നോക്കുക. അതിനനുസരിച്ച് നമ്മുടെ ബോഡിയിലെ സ്ട്രെസ് ഹോർമോൺസും കാര്യങ്ങളൊക്കെ കൂടും. അതിന് പകരം ആ ദിവസം ഞാൻ നന്നായി പെർഫോം ചെയ്യും എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ദിവസം കൂളായിരിക്കും, അന്ന് എനിക്ക് കിട്ടും, ഇതെല്ലാം ബിസിനസ്സും ഞാൻ ശരിയാക്കും എന്നുള്ള രീതി, ആ ഒരു മെൻറ്റാലിറ്റിയാണ് മനസ്സിലാക്കേണ്ടത്. ഇതാണ് മെൻ്റൽ പ്രിപ്പറേഷൻ, ഇത്രയേ ഉള്ളൂ. അല്ലാതെ എന്നും പഠിക്കുന്നുണ്ട്, പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ മറന്നു പോകുന്നു,
അല്ലെങ്കിൽ ഞാൻ തോറ്റു പോകുമോ, എനിക്ക് നീറ്റ് കിട്ടാണ്ടിരിക്കുമോ, ഈ ക്വസ്റ്റ്യൻ പഠിക്കുന്നതിലൂടെ തന്നെ ഈ സാധനങ്ങളും കൂടെ ഞാൻ ബ്രെയിനിലേക്ക് കൊടുക്കുന്നത്. പ്ലീസ് ഡോണ്ട് ഗീവ് ദാറ്റ്. ഇപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ ഇയർ എക്സ്പീരിയൻസ് പറയാം. നീറ്റ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ രാവിലെ എണീക്കും ആൻഡ് ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നിട്ട് നേരെ പോയി ബുക്കിന് മുന്നിലിരിക്കില്ല. ഞാൻ ബാൽക്കണിയിൽ പോയിട്ട് ഒരു 5 minutes ഒക്കെ നന്നായി ബ്രീത്ത് എടുത്തോട്ടും നല്ല ഫ്രഷ് എയർ ഒക്കെ എടുത്തിട്ട് കുറച്ച് നേരം ആ ബാൽക്കണിയിലൊക്കെ ഒന്ന് പോയി ഒന്ന് സമാധാനമായിട്ടാണ് ഞാൻ പോയി പഠിക്കാനിരിക്കുക. പിന്നെ നമ്മൾ കുറേ നേരമൊക്കെ ഇരുന്ന് പഠിക്കും. രാത്രി കിടക്കാൻ നേരത്ത് മാനിഫെസ്റ്റേഷനിൽ എത്ര പേർക്ക് വിശ്വാസം ഉണ്ടെന്ന് എനിക്കറിയില്ല. എനിക്ക് വർക്കൗട്ട് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ എന്ത് ചെയ്യും, രാത്രി കിടക്കാൻ നേരത്ത് ഞാൻ നീറ്റ് എങ്ങനെ എഴുതി ആ ദിവസത്തെ പറ്റിയാണ് ആലോചിക്കാം. ഞാൻ ഭയങ്കര കൂളായിട്ട് മീൻസ് അങ്ങനെ ഭയങ്കര ടെൻഷനൊന്നും അടിച്ച് പോയി കഴിഞ്ഞാൽ കാര്യമില്ല, നമുക്കൊന്നും ഓർമ്മ വരില്ല. അതിന് വരെ ഞാൻ നോർമലായിട്ടൊരു എക്സാം എഴുതാൻ പോയി കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടാവും, ഒന്നുമില്ല ഞാൻ പറയുന്നില്ല. അങ്ങനെ പോയി എക്സാം എഴുതി അറിയാവുന്ന ക്വസ്റ്റ്യൻസ് എല്ലാ ക്വസ്റ്റ്യൻസ് അറിയാവുന്ന അറ്റൻഡ് ചെയ്തു. ലാസ്റ്റ് എനിക്ക് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തിട്ട് ഒരു 5 minutes ബാക്കി വരുന്നു. ഈ രീതിയിൽ ഞാനിങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തു. എക്സാം കഴിഞ്ഞ് ഞാൻ നല്ല കൂളായിട്ട് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഇറങ്ങി വരുന്നു. അത് കഴിഞ്ഞ് റാങ്ക് വരുന്നു, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടും. ഇത്രയും ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത്. അത് ആർക്കോ വേണ്ടി ചെയ്യുന്ന പോലെയല്ല, എനിക്ക് എൻ്റെ മനസ്സിൽ നിന്ന് വരുന്നൊരു സംഭവമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അതിൽ പറഞ്ഞ പല കാര്യങ്ങളും അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ടെന്ന് എക്സാമിൽ നിന്ന്. ഞാൻ അത്യാവശ്യം നല്ല ഭയങ്കര ടെൻഷൻ അടിച്ച് തലവേദന എടുത്ത് ഒന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല, കരഞ്ഞുകൊണ്ടൊന്നും എക്സാമിന് വരില്ല. ഞാൻ കുറച്ച് അത്യാവശ്യം നല്ല റിലാക്സ്ഡ് ആയിരുന്നു. ഈവൻ ടെൻഷനൊക്കെ ഉണ്ടാവും, അതായത് ഭയങ്കര ടെൻഷനൊന്നുമില്ല, അത്യാവശ്യം നല്ല റിലാക്സ്ഡ് ആയിട്ടാണ് പോയിട്ട് എക്സാമിന് ഇരുന്നത്. ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി ലാസ്റ്റ് എനിക്ക് പറഞ്ഞപ്പോൾ ഒരു 5 minutes എനിക്ക് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തിട്ട് ബാക്കി കിട്ടി. അതൊക്കെ കഴിഞ്ഞ് ഞാൻ നല്ല ഹാപ്പി ആയിട്ടാണ് എക്സാമിന് പുറത്ത് വന്നത്. എൻ്റെ ചേട്ടനായിരുന്നു എന്നെ കൊണ്ടുവരാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടനെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് നല്ല ചിരിച്ചുകൊണ്ടൊക്കെയാണ് എക്സാം ഹോളിൽ നിന്ന് ഇറങ്ങി വരുന്നത് എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ വിളിച്ച് പറയുമ്പോൾ. അപ്പോൾ അതായിരുന്നു എൻ്റെ അങ്ങനെയായിരുന്നു ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത പോലെ തന്നെ എനിക്ക് തോന്നുന്നു. പിന്നെ റാങ്ക് വന്നു, റിസൾട്ട് വന്നു, റാങ്ക് വന്നു, കോഴിക്കോട് അഡ്മിഷൻ കിട്ടി, അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ബ്രെയിനിലേക്ക് കൊടുക്കുന്ന സംഭവം, എനിക്ക് ന്യൂറോപ്ലാസ്റ്റിസിറ്റി കുറേയൊക്കെ വർക്കായിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ബ്രെയിനിലേക്ക് നമ്മൾ മറക്കും, തെറ്റിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സാമിന് തെറ്റിക്കും. നമ്മൾ അറിയാവുന്ന ചിലപ്പോൾ ഒരു ഈസി ക്വസ്റ്റ്യൻസ് ഒക്കെ 5-6 ഈസി ക്വസ്റ്റ്യൻസ് ഒക്കെ തെറ്റായി വായിക്കും. ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ നമ്മൾ സ്പീഡിൽ വായിക്കുമ്പോൾ തെറ്റി വായിച്ചിട്ട്, അല്ലെങ്കിൽ വാല്യൂസ് എന്തെങ്കിലും വായിച്ച് മാറിയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ തെറ്റിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ബബിൾ ചെയ്യുമ്പോൾ ഒരു റോ കയറി ബബിൾ ചെയ്തത്, ഇങ്ങനെയൊക്കെ വരാം. ഇതൊക്കെ നമ്മൾ ആ ദിവസത്തിന് വേണ്ടി നമ്മൾ ഒട്ടും പ്രിപ്പയർ ചെയ്യാത്തതുകൊണ്ട് വരുന്ന സംഭവം. അപ്പോൾ പ്ലീസ് ഡോണ്ട് ഗിവ് നെഗറ്റീവ് ഇൻപുട്സ് ടു യുവർ ബ്രെയിൻ. ഇനിയുള്ള ദിവസം നിങ്ങൾക്ക് സബ്ജക്റ്റും പ്രിപ്പയർ ചെയ്യണം, നിങ്ങളെ മെൻ്റലിയും പ്രിപ്പയർ ചെയ്യണം എന്ന എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ മാക്സിമം പോസിറ്റീവായി എത്ര തെറ്റിയാലും എത്ര മാർക്കിന് കുറഞ്ഞു കഴിഞ്ഞാലും ഇതൊക്കെ അന്ന് ശരിയാക്കാനുള്ളതാണെന്ന് മാത്രം ആലോചിക്കുക.